എക്സലൻ്റ് ഗൈഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ഒരു എക്സൽ സെല്ലിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന 7 വ്യത്യസ്ത മെത്തേഡുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അവയിൽ ആദ്യത്തേത് എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ചുള്ളതാണ്. ഈ കാണുന്ന സ്നിക്കേഴ്സ് എന്ന പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സിനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എമൗണ്ട് കണ്ടെത്താനുള്ള ഫോമുല ഈ സെല്ലിൽ ഞാൻ എൻ്റർ ചെയ്യുന്നു. ഈക്വൽ D3 ഇൻറ്റു E3 എൻ്റർ. ഇനി ഈ സെല്ലിലുള്ള ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈ സെല്ലിൻ്റെ ബോട്ടം റൈറ്റ് കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ബോക്സ് കാണാം. ഈ ഗ്രീൻ ബോക്സാണ് എക്സൽ ഫിൽ ഹാൻഡിൽ. എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ സെല്ലിലുള്ള ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടത് കാണാം. എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തൊട്ടടുത്ത കോളത്തിൽ എത്ര സെല്ലുകളിൽ വാല്യൂസ് ഉണ്ടോ അത്രയും സെല്ല് വരെ മാത്രമേ ഫോമുല കോപ്പി ചെയ്യപ്പെടുള്ളൂ. ഉദാഹരണത്തിന് ഈക്വൽ I3 ഇൻറ്റു J3 എൻ്റർ. ഇനി എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഫോമുല ഈ ഒരു സെല്ല് വരെ മാത്രമേ കോപ്പി ചെയ്യപ്പെട്ടുള്ളൂ, കാരണം തൊട്ടടുത്ത സെല്ല് ബ്ലാങ്ക് ആണ്. ഇത്തരം കേസുകളിൽ എക്സൽ ഫിൽ ഹാൻഡിലിൽ ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഏത് സെല്ല് വരെയാണോ ഫോമുല വേണ്ടത് ആ സെല്ലിൽ വരിക, മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. നോക്കുക, ഫോമുല താഴേക്ക് കോപ്പി ചെയ്യപ്പെട്ട് കാണാം. അടുത്ത 2 മെത്തേഡുകൾ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചുള്ളതാണ്. ഫോമുല എൻ്റർ ചെയ്യുന്നു. ഈക്വൽ D3 ഇൻറ്റു E3 എൻ്റർ. ഇനി ഫോമുല കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലും ഫോമുല വേണ്ടുന്ന സെല്ലുകളും സെലക്ട് ചെയ്യാം. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് D എന്ന കീ പ്രസ് ചെയ്യാം. നോക്കുക, ആദ്യത്തെ സെല്ലിലുള്ള ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യപ്പെട്ട് കാണാം. മൂന്നാമത്തെ മെത്തേഡ്, ഫോമുല വേണ്ടുന്ന എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുക. ഈക്വൽ D3 ഇൻറ്റു E3. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ സെല്ലുകളിലും ഒരേ ഫോമുല എൻ്റർ ചെയ്യപ്പെട്ട് കാണാം. നാലാമത്തെ മെത്തേഡ്, ഫോമുല എൻ്റർ ചെയ്യുന്നു. ഈക്വൽ D3 ഇൻറ്റു E3 എൻ്റർ. ഇനി ഫോമുല കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് കോപ്പി ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, കോപ്പി. ഇനി ഫോമുല വേണ്ടുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. ആദ്യത്തെ സെല്ലിലുള്ള ഫോമുല താഴെയുള്ള എല്ലാ സെല്ലുകളിലും പേസ്റ്റ് ചെയ്യപ്പെട്ട് കാണാം. അഞ്ചാമത്തെ മെത്തേഡ് എക്സൽ ടേബിൾ ഉപയോഗിച്ചുള്ളതാണ്. എക്സൽ ടേബിളിൻ്റെ കാൽക്കുലേറ്റഡ് കോളംസ് എന്ന ഫീച്ചറാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുക. ഈ ഡേറ്റയെ എക്സൽ ടേബിളാക്കി മാറ്റാനായിട്ട് ഡേറ്റ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട്, ടേബിൾ, ക്രിയേറ്റ് ടേബിൾ. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ ഒരു എക്സൽ ടേബിളായിട്ട് മാറി. ഇനി ഫോമുല എൻ്റർ ചെയ്യുക. ഈക്വൽ യൂണിറ്റ്സ് ഇൻറ്റു പ്രൈസ്. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഒരേ ഫോമുല എല്ലാ സെല്ലുകളിലും അപ്ലൈ ചെയ്യപ്പെട്ട് കാണാം. ആറാമത്തെ മെത്തേഡ് എക്സൽ നെയിം ബോക്സ് ഉപയോഗിച്ചുള്ളതാണ്. ഫോമുല എൻ്റർ ചെയ്യുന്നു. ഈക്വൽ D3 ഇൻറ്റു E3 എൻ്റർ. ഇനി ഫോമുല വേണ്ടുന്ന സെല്ലുകളുടെ അഡ്രസ്സ് എക്സൽ നെയിം ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതായത് F3 to F12, F3 കോളൻ F12 എൻ്റർ. നോക്കുക, ഫോമുല വേണ്ടുന്ന എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യപ്പെട്ട് കാണാം. ഇനി ഫോമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ എൻ്റർ. എല്ലാ സെല്ലുകളിലും ഒരേ ഫോമുല അപ്ലൈ ചെയ്യപ്പെട്ടു. ഏഴാമത്തെ മെത്തേഡ് ഡൈനാമിക് അറേ ഫോമുലാസ് ഉപയോഗിച്ചുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓഫീസ് 365 സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഡൈനാമിക് അറേ ഫോമുലാസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. ഈ കാണുന്ന D എന്ന കോളത്തിലെ യൂണിറ്റ്സിനെ E എന്ന കോളത്തിലെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഈക്വൽ D എന്ന കോളത്തിൽ വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഇൻറ്റു E എന്ന കോളത്തിലെ പ്രൈസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന എല്ലാ സെല്ലുകളിലും ഒരേ ഫോമുല അപ്ലൈ ചെയ്യപ്പെട്ട് കാണാം.
ഇവിടെ എല്ലാ സെല്ലുകളിലും ഫോർമുല ഉണ്ടെങ്കിലും ഈ ഫോർമുല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആദ്യത്തെ സെല്ലിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സെല്ലുകളിൽ നിന്ന് ഫോർമുല ഡിലീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് സാധിക്കില്ല. ഇനി ഒരു ബോണസ് ടിപ്പ് കൂടി. ഒരു സെല്ലിലുള്ള ഫോർമുല തൊട്ട് താഴെയുള്ള സെല്ലിലേക്ക് അതേപടി കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ അപ്പോസ്ട്രഫി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. ഞാനിവിടെ ഫോർമുല എൻ്റർ ചെയ്യുന്നു. ഈക്വൽ D3 ഇൻറ്റു E3 എൻ്റർ. ഇനി ഈ കാണുന്ന സെല്ലിലുള്ള ഫോർമുല തൊട്ട് താഴെയുള്ള സെല്ലിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ അപ്പോസ്ട്രഫി എൻ്റർ. നോക്കുക, തൊട്ട് മുകളിലത്തെ സെല്ലിലുള്ള ഫോർമുല അതേപടി താഴെയുള്ള സെല്ലിലേക്ക് വന്ന് കാണാം. ഒരു തവണ കൂടി കൺട്രോൾ അപ്പോസ്ട്രഫി. ഒരു എക്സൽ സെല്ലിലെ ഫോർമുല മറ്റുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന 7 വ്യത്യസ്ത മെത്തേഡുകളെ കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള എക്സൽ വീഡിയോസ് റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.